ഉലക്ക കൊണ്ട് കോണകമൊടുക്കുവാൻ ശ്രമിക്കുന്നവർ. ഇഞ്ചി കൃഷി പരാജയപ്പെട്ടപ്പോൾ മൂന്നാറിൽ ഭൂമി കയ്യേറി കുരിശ് കൃഷി തുടങ്ങിയ ദ്രവ്യദാസൻ. കൂട്ടാളിയായി രാജാക്കാട്ടുകാരി സിന്ധുവിനെ കൂടി കൂട്ടിക്കഴിഞ്ഞപ്പോൾ കച്ചവടത്തിൻ്റെ തലവര തന്നെ മാറി. ഈ വചനക്കൊള്ള സംഘം കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നടത്തിയ മുണ്ണകളെ പറ്റിക്കൽ കലാപരിപാടിയിൽ ടോമപ്പൂപ്പൻ വലിയ ഉലക്കയുമായി സ്റ്റേജിലേക്ക് കയറി വരുന്നത് കണ്ട കോട്ടയം സ്വദേശി ജോസഫ് അച്ചായൻ തന്റെ ചിന്തകൾ പങ്കുവയ്ക്കുന്നു. കഴിഞ്ഞ ദിവസം ഈ ഒലക്കയുമായിട്ടൊരു പ്രസംഗവേദിയിലേക്ക് ഒരാൾ കടന്നു വരുന്നതായിട്ട് ചാനലിൽ കൂടെ കണ്ടായിരുന്നു. അപ്പൊ ഈ ഒലക്കയുടെ ആവശ്യം എന്തുവാ? ദൈവവചനം പ്രസംഗിക്കുന്നിടത്ത് ഒലക്ക കൊണ്ടിരുന്നതിന്റെ കാര്യം എന്നാ? ഒലക്കയ്ക്ക് അടിച്ച് നേരെയാക്കാനാണോ, അതോ ഇനിയും ഒലക്ക കൊണ്ട് എന്തെങ്കിലും വേറെ കാര്യങ്ങൾ സാധിക്കാനുണ്ടോ? അത് എനിക്ക് നോക്കിയിട്ട് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. ഞാൻ എൻ്റെതായ ഒരു കാര്യം പറയാം. ഈ ഒരു മാനസിക രോഗി ഉണ്ടായിരുന്നു ഒരു സ്ഥലത്ത്. അപ്പൊ ഇയാളെ നാട്ടുകാരെല്ലാം കൂടെ പിടിച്ചു കെട്ടിയിട്ട് അങ്ങ് ഊളംപാറയ്ക്ക് കൊണ്ടുവിട്ടു. ഭ്രാന്താശുപത്രിയില്ലേ, ഊളംപാറയ്ക്ക് കൊണ്ടുവിട്ടു. കണ്ടൊരു 6-7 മാസത്തെ ചികിത്സ കഴിഞ്ഞപ്പോൾ അവരുടെ വീട്ടിലേക്ക് ഒരു ലെറ്റർ വന്നു. അപ്പൊ ഇങ്ങേർക്ക് അസുഖം കുറവുണ്ട്, വന്ന് വിളിച്ചോണ്ട് പോക്കോണമെന്ന്. അപ്പൊ അവര് ചെന്നവരെ എല്ലാം പുള്ളി തിരിച്ചറിഞ്ഞു. കുഴപ്പമൊന്നുമില്ല എന്ന് ഇവർക്കും മനസ്സിലായി. അപ്പൊ ഇവര് തിരിച്ചു വീട്ടിൽ കൊണ്ടുവന്നു. അപ്പൊ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ വീട്ടിലിരിക്കുക. അപ്പൊ ഒരു ദിവസം ഇവരുടെ അയൽവാസി ഒരാള് അവരുടെ അനിയനോട് ചോദിച്ചു, പിന്നെ എങ്ങനെയുണ്ട് നമ്മുടെ പുള്ളിക്കാരൻ, എങ്ങനെയുണ്ട്, ആശുപത്രിയിൽ നിന്നൊക്കെ വന്നിട്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അസുഖമൊക്കെ മാറി കേട്ടോ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ പുള്ളിക്കാരന് കൂടുതൽ സമയം ചിന്തയാണ്, ഭയങ്കര ചിന്തയാണ്. ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, പേപ്പറിൽ നോട്ടുകളൊക്കെ എഴുതി വെക്കുന്നുണ്ട്, ഒരു ബുക്കൊക്കെ ഒരു ദിവസം എഴുതി തീർക്കുന്നുണ്ട്. സർവ്വസമയം ചിന്തയാ. അതുകൊണ്ട് എന്താണെന്നുള്ളതിനെ പറ്റി നമുക്ക് മനസ്സിലാകുന്നില്ല. തന്നെയല്ല, ഒരു ഒലക്ക പുള്ളിയുടെ അടുക്കൽ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനൊരു മുറിയുണ്ട്, അതിനകത്ത് ഞങ്ങളാരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. ഒരു ദിവസം ആ ബുക്ക് എടുത്ത് വെച്ച് നോക്കിയപ്പോൾ അതിനകത്ത് കുറെ ഗവേഷണങ്ങൾ നടത്തിയതിൻ്റെ കുറെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ആ ഗവേഷണം ഇതാ: ഒലക്ക കൊണ്ട് എങ്ങനെ കോണകം കൊടുക്കാം എന്നുള്ളതിനെ പറ്റി പുള്ളി ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക. ഇനി ഇത് അതുപോലെ വല്ലതും ആണോ? എനിക്കൊരു സംശയം ഇത് കേട്ടപ്പോഴേ. ഈ ഒലക്ക കൊണ്ട് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നടക്കും, ഗവേഷണം നടത്താം. ഇങ്ങനെയാണോ? എനിക്ക് ഇപ്പൊ സംശയമുണ്ട്. ഇനി ഉലക്കയുമായി ടോമപ്പൂപ്പനും രാജാക്കാട് സിന്ധുവും നടത്തിയ ഒലക്ക പരേഡ് കാണുക. ജീവനുള്ളവരുടെ ഒരു സൈന്യം ഇവിടെ രൂപപ്പെടട്ടെ, ജീവനുള്ളവരുടെ ഒരു സൈന്യം ഇവിടെ രൂപപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ദൈവദൂതന്മാരുടെ വലിയ സംരക്ഷണം ഇതിന് 4 ചുറ്റും ഉണ്ടാകട്ടെ. ദൈവദൂതന്മാർ ഞങ്ങളെ സംരക്ഷിക്കട്ടെ. ആമേൻ. കർത്താവേ, അങ്ങയുടെ ദാസൻ കാലുവെക്കുമ്പോൾ ഭൂമുഖം കുലുങ്ങുമാറ് അങ്ങയുടെ പരിശുദ്ധി ഇവിടെ വ്യാപിക്കട്ടെ. ദാസന്റെ ഓരോ ചുവടുവെപ്പുകളിലും നരകത്തിന്റെ മേൽ പരിശുദ്ധ മറിയത്തിനുള്ള അധികാരം ഉറപ്പുള്ളതായി തീരട്ടെ. ആധിപത്യങ്ങളും പ്രഭുത്വങ്ങളും കീഴടങ്ങട്ടെ. നിങ്ങളുടെ തലമുറകള്, നിങ്ങളുടെ ദേശത്ത്, നിങ്ങളുടെ ജീവിതത്തിലുള്ള ശാപത്തിന്റെ അഴിയാ കുരുക്കുകൾ അഴിഞ്ഞു വീഴട്ടെ. ശാപത്തിന്റെ അഴിയാ കുരുക്കുകൾ അഴിഞ്ഞു വീഴട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ജീവനുള്ളവരുടെ ഒരു ദേശമായി ഇത് നിങ്ങൾ മാറിയിരിക്കുകയാണ്. ജീവനുള്ളവരുടെ ദേശമായി നിങ്ങൾ മാറിയിരിക്കുകയാണ്. സൗഖ്യത്തിന്റെ ഒരു മണിക്കൂർ ഇത് കർത്താവേ. ആമേ, ആമേ. ഇത് ഈ സ്റ്റേജിൽ നിന്ന് അതിന്റെ ഒഴുക്ക് ആരംഭിച്ചു കഴിഞ്ഞു കർത്താവെ. മുട്ടോളമല്ല, അരയോളമല്ല കർത്താവ്, ഒരു ജീവജല നദി, ഒരു ജോർദാൻ ഇവിടെ പൊങ്ങി പൊങ്ങി വരട്ടെ കർത്താവെ. ഒരു ജോർദാൻ ഇവിടെ പൊങ്ങി വരട്ടെ. അഭിഷേകത്തിന്റെ ഒരു ജോർദാൻ ഇവിടെ പൊങ്ങി വരട്ടെ. സൗഖ്യത്തിന്റെ ഒരു ജോർദാൻ ഇതിവിടെ പൊങ്ങി വരികയാണ്. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, ഗ്ലോറി, ഹല്ലേലൂയ, മഹത്വം, സ്തോത്രം. Hail Mary, full of grace, the Lord is with you. Blessed art thou among women, and blessed is the fruit of thy womb, Jesus. പരിശുദ്ധ മറിയമേ, ദൈവപുത്രന്റെ മാതാവേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണനേരത്തും കർത്താവിനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങളാരും നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നടുവേ കടന്നു വരരുത്. വീട് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ഓരോ നിര കടക്കുമ്പോൾ ആണ് നിങ്ങൾ മുട്ടിൽ മടക്കുകയോ ഇരിക്കുകയോ കുനിഞ്ഞത് കൂടി നടത്തേണ്ടത്, സ്ഥാനം സ്വീകരിക്കേണ്ടത്.
യാതൊരു ഉളുപ്പുമില്ലാതെ ഉലക്കയും പിടിച്ച് കയ്യും പൊക്കി ഈ കോപ്രായങ്ങൾ കാണിക്കുമ്പോൾ തുള്ളുവാൻ, ഇത് കാണുവാൻ ആളുള്ളത് കൊണ്ടല്ലേ ഈ കച്ചവടം ഇപ്പോഴും ഇവിടെ പൊടിപൊടിക്കുന്നത്. കള്ളപ്രവാചകന്മാരെയും അന്തിക്രിസ്തുക്കളെയും സൂക്ഷിക്കുക എന്ന് കർത്താവ് തന്നെ പറഞ്ഞ കാര്യത്തെ ഓർക്കുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.